കോഴി കൂവുന്നു. ആദ്യമായിട്ട് കോഴി കൂവുന്നു. പിന്നീടല്ലോ വേറെ എവിടെയോ കോഴി കൂവുന്നു ഒച്ച കേട്ടോ. കാട്ടുകോഴി 2 എണ്ണം നമ്മുടെ പറമ്പിൽ പോകണം. അങ്ങോട്ട് എന്നാവും വിട്ടു പോകും. അങ്ങോട്ട് പോകുന്നില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തൂടെ പട്ടി കുഞ്ഞുങ്ങളായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇതിൻ്റെ കോഴി കൂയുണ്ടോ? വയ്യ ആയി വരുന്നോളൂ, തെളിഞ്ഞു വരുന്നോളൂ. കൂകി തെളിയണം. കൂകി തെളിഞ്ഞു വരുന്നോളൂ. ഒന്നൊന്ന് ക്ലിയർ ആയിക്കേ. ഇത് അല്ലല്ല, അവിടെ കോഴി കൂന്ന് വെച്ചാൽ കേട്ടോ പുറകെ. ആദ്യത്തെ കൂച്ചയുടെ ശബ്ദം കേട്ടോ. 3 എണ്ണം കീറി ഇപ്പം അടുപ്പിച്ച്. മറ്റേ കോഴികൾ നോക്കൂ ഇവൻ എന്നെ കാണിക്കുന്നത് കേട്ടോ. അങ്ങ് കോഴി കൂകുന്ന കേട്ടോ. ഓ എൻ്റെ പൊന്നോ അല്ലെന്ന്. അതുകൊണ്ടോ പുറകിൽ നിന്ന് കോഴി കൂകുന്ന ഒച്ച കേട്ടോന്ന്. അത് കൂകുന്ന ആ ടൈം കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് ഇവൻ കൂകുന്നത്. ഇപ്പം അതുമായിട്ട് ബാലൻസ് ചെയ്യുന്ന ഇപ്പം കയറും. ഉണ്ടോ ഉണ്ടോ? അതാണ് കളി. സിഗ്നലാ സിഗ്നൽ. സുന്ദരി സമയം 9 കൊട എടുത്തല്ലോ. പിന്നെ വെയിലാ ചേട്ടാ അങ്ങോട്ട്. പിന്നെ എന്തുവാ ഇത് എല്ലാം കൂടെ അങ്ങോട്ട്? നിന്നെ എനിക്ക് അവക്ക് സ്നേഹിക്കാൻ വരുന്നു. ആരാ പട്ടിക്കുഞ്ഞിനെ? എന്താടി ഇല്ലടി എൻ്റെ അമ്മ എൻ്റെ അമ്മ പോയി. എന്ത് ഓയ് ഇതേ പോയി. ഇങ്ങോട്ടോ എൻ്റെ പച്ചി. ഇവിടെ വായോ, ഇവിടെ ബാ, വീടും. ഇങ്ങ വാ ഓണം പിടിച്ചങ്ങ് പോവുകയാണേ. നാരായണ ചേച്ചി അല്ല, നാരായണ ചേച്ചി ശാമ്പവി ചേച്ചി. ഗൂഗിള് കുറച്ചു നേരം കണ്ടോ? പൊക്കോ വിട്ടോ. നാരായണി പോകുമ്പോ വെക്കാന്ന് പറഞ്ഞേനാ. പാട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞേ. മേളിലാന്നേ. വേണ്ട വയ്യാത്തല്ലേ? വയ്യല്ലോ, ചുമയല്ലേ എനക്ക്? കിളവിയായി. ഞാനാണല്ലോ, ഞാൻ നേരത്തെ ആണല്ലോ. ഇന്നലെ കഷ്ടപ്പെട്ട് മേടിച്ചൊരു 300 മതിയോ? കുളിക്കാൻ താല്പര്യം കുറച്ച് കഴിഞ്ഞ് കുളിക്കാം. ചുമയല്ലേ? കുളിപ്പിക്കാതെ നീ
വിഷയം ചേക്കട്ടെ. ഞങ്ങൾ ചേച്ചിയുടെ ആത്മീയറിലും വിളിക്കണം. അത് ഈ ചേച്ചിയുടെ ആത്മാവ് തന്നെയാണ്. അതിനിപ്പോ ഞാൻ ശനിയാഴ്ച വരുമ്പോൾ കണക്ക് പറയാം. ഓ എൻ്റെ പൊന്നെ, ശനിയാഴ്ച വരുമ്പോൾ പറയാം. പിന്നെ ചോദിച്ചോ ആ കണക്ക് ജേച്ചാച്ചൻ വരുമ്പോൾ പറയാം. ഓക്കെ, അടച്ചിട്ട് വരിക. ശരി, അമ്പത്തൊന്നും ഞാൻ പോയില്ല. ശരി. ഊസാണോ? നീ എവിടെ പോയി? ഷാപ്പിൽ പോയാണോ ആടി ആടി വരുന്നത്? അവിടെയൊക്കെ പാമ്പൊക്കെ ഉണ്ടെന്ന് അവിടം വരെ കയറി വരാമെന്ന് വെച്ചാൽ ഇവിടെ പണിയാണെന്നോ? ഇത് പണിയായിരുന്നു. അത് ശരിയാണ്. പണിയാണേലും അവിടം വരെ കയറി വരുന്നതിന് എങ്ങനെയല്ല? അതിന് അപ്പുറത്ത് നിൽക്കുവായിരുന്നു. ആരായാലും വിളിച്ചിട്ട് വരുന്നതെന്നറിയോ? എങ്ങാനും വല്ല സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ ആള് വേണ്ടെന്ന് പറഞ്ഞിട്ടാ. ആ വല്ലവരും എന്നോടൊന്നാ പറഞ്ഞാൽ പറയാ. ഇനി അത് കട്ട് ചെയ്തിട്ട് അല്ല ഇപ്പൊ പയ്യെ കിടക്കുന്ന ശ്യാമളെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ അത് നിനക്ക് നേരിട്ട് തന്നെ വിളിക്കാമല്ലോ. ഞാൻ വരാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞു. ഇപ്പം ഞാൻ ഇച്ചിരി പരിപാടിയല്ലേ. ആ മണി അടിക്കുന്ന സാധനം ശരിയാക്കുക. അവന് ശരിയടി അടി ജ്യൂസ് ഇരിക്കുന്നോ? ജ്യൂസ് വേണോ? കയറി വരുന്നതിന് മുമ്പ് നിന്റെ ചേച്ചി കണ്ടോ? ആരാ ഇത്? ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പാലിന്റെ ഫ്രിഡ്ജ് മേടിക്കാൻ ചേട്ടാ നമുക്ക്. ആ നാളെ മതിയോ? ഇന്നിനിപ്പോൾ സമയമില്ല. ഇത്ര 4 മണിയായില്ലേ? ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. വെളിയിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഇവിടെ ഇത്രയും ഭാഗമാണ് മെയിനായിട്ട്. ഏർമാടം തൊട്ട് അവിടെ ഏർമാടം കാണത്തില്ലേ ഇതിൻ്റെ അപ്പുറത്ത്, അവിടെ തൊട്ട് ഇവിടം വരെയാണ് ചൂട്. ഇങ്ങോട്ട് പിന്നെ ഇച്ചിരി കുറവുണ്ട്. ഇവിടെ കണ്ടോ തണല അത്യാവശ്യം. ഈ മരമൊക്കെ നിൽക്കുന്നുള്ളതുകൊണ്ട് ഇത് ഇവിടെ കുറച്ച് മരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വലിയ വിഷയമില്ല. ആ ഇല്ല, ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ വരുന്നുണ്ടെന്ന് പറയുന്നത്. ആ ആണോ? കല്ലുപ്പാറയാ. ഞാനിങ്ങനെ കാണുമെടുക്കുന്നു. മോള് സ്കൂളിൽ നിന്ന് വന്നിപ്പോ ഇല്ലേ? ആ വന്നു. എവിടെയാ താമസിക്കുന്നത്? ഞാൻ കല്ലുപ്പാറ. കല്ലുപ്പാറ എവിടെ? മല്ലപ്പള്ളിയല്ലേ? ആ ആ. നിങ്ങളവിടെ ചാലക്കണ്ടത്തില് പ്രോഗ്രാം എടുക്കാനൊക്കെ അവിടെ പടയണി എടുക്കാനേ. ഇപ്പൊ എവിടെ പോയാ? ഞാനേ എന്റെ ഒരു എന്റെ വെല്ലിച്ചൻ പണിതൊരു അമ്പലമുണ്ട് 3-ാം മൈലിൽ. അയ്യപ്പൻ്റെ. അവിടെ പോയിട്ട് ഇങ്ങനെ അവിടെ ഒരു കൊടിമരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കണമായിരുന്നു. ശംഭവി എന്താ നോക്കണോ കേട്ടോ ചേച്ചിക്ക്? ഇരിക്കേ. ഞാൻ ഇടയ്ക്ക് വിളിച്ചു. എനിക്ക് കാരണം ആരോടെ കാണണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ഇങ്ങനെ എപ്പോഴും കാണുന്നുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും പക്ഷെ അടുത്ത് വിളിച്ചില്ല, കുറെ നാളായില്ലേ? ഞാനെന്നാ നിങ്ങളെന്ന് പ്രോഗ്രാം എടുക്കാനായിട്ട് ഞാൻ എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാം എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് വരെയുള്ള എന്റെ കല്ലുപ്പാറ, മല്ലപ്പള്ളി കല്ലുപ്പാറ. നിങ്ങളുടെ ആരോടൊക്കെ പുല്ലാടൊക്കെ? അമ്മയുടെ പേര് ശാരദ, അച്ഛന്റെ പേര് ദാമോദരൻ പിള്ള. അവർക്ക് മരിച്ചു. എന്റെ കല്ലുപ്പാറ ഞങ്ങൾ പണ്ട് താമസിച്ചിട്ടുള്ള കൂട്ടിക്കല. എന്റെ അപ്പച്ചി അവിടെ നമ്മുടെ ഒളനാട് സ്കൂളിലെ അച്ഛമ്മ. തങ്കമ്മ ടീച്ചർ. അത് ആർത്തങ്കമ്മ. കല്ലുപ്പാറയുള്ള തങ്കമ്മ ടീച്ചർ അവിടെ അച്ഛമ്മ, പുള്ളിക്കാരത്തെ അച്ഛമ്മ.
അമ്മ എടുത്ത് ഇറങ്ങി വാ. അമ്മ എടുത്ത് തരാം. ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഒരു കോട്ടിക്കലെ വെള്ളപ്പൊക്കം പോലുള്ള സംഭവങ്ങൾ മുഴുവൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് വരെയുള്ള എല്ലാം കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമല്ല. എൻ്റെ അച്ഛനവിടെ കോട്ടിക്കല് ഓപ്പറേറ്റർ കുഞ്ഞിന് തരാം. ചെറുപ്പം പോലെ മുഴുവൻ താമസിച്ചാണ് അവിടെ. അമ്മ എടുത്ത് ഇറങ്ങി 7ാം ക്ലാസ് വരെ ഉള്ളവരെല്ലാം പഠിച്ചു. പാത്രം എടുത്തിട്ട് തരാം. പാത്രം തരാം. ചിപ്സ് വെക്കാം. കൂടുതലെ വെള്ളമെല്ലാം പറ്റി പ്രശ്നമായി. ഇതുവരെ കുഴപ്പമില്ല. ശബരിമല സംഭവങ്ങളെല്ലാം ഞങ്ങൾ പോകുന്ന എടുക്കുന്നതെല്ലാം കാണുന്നുണ്ട്. ശമണാമിന്റെ അങ്ങോട്ട് പോയോ? അങ്ങോട്ട് പോയി ഇന്നലെ പോയാ എല്ലാം കാണുന്നുണ്ട്. മോളിപ്പോ ഈ വർഷം 10-ലല്ലേ? 10-ലായി. എല്ലാം എല്ലാ ദിവസവും കുഞ്ഞിന്റെ എല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോ ഇങ്ങനെ കാണും. കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ. എവിടെ കൂട്ട് ഇപ്പൊ ആരും ഇല്ല. ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ പോയില്ലേ. ചെറുപ്പത്തില് ഞാൻ 7 വരെ അവിടെ പഠിച്ചു. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയി കല്ലുപ്പാറയ്ക്ക് പോയി. അച്ഛനെന്ന് ഓപ്പറേറ്റർ ആയിരുന്നു. വിട്ടച്ഛൻ വേറെ പുള്ളിയുടെ കൂടുതലാണ്. അപ്പച്ചി അവിടെ സ്കൂളില് വയനാട് സ്കൂൾ. ശശി സാറൊക്കെ എന്നെ പഠിപ്പിച്ച പാട്ടുകൾ. അവനവിടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു റിസോർട്ടും ഒക്കെ അതൊക്കെ കണ്ടിട്ടുണ്ട്. വാസു സാറായിരുന്നു എന്റെ ക്ലാസ് ടീച്ചറാണ്. വാസു സാറ് നിങ്ങൾ അവിടെ പഠിച്ചോ? ആണോ? അതേത് വർഷമായിരിക്കും? ഞാൻ അവിടുന്ന് 64-65 ആയപ്പോഴേ ഞാൻ അവിടുന്ന് പോയി. അതെ, ശശി സാറിനെ എന്റെ അപ്പച്ചി പഠിപ്പിച്ച. എന്നിട്ട് പുള്ളി അവിടെ സാറായിട്ട് വിശ്വംബരൻ ആണല്ലേ? ഓ അപ്പൊ വിശ്വംബരനൊക്കെ നമ്മുടെ ഒക്കെ എന്റെ ചേട്ടന്റെ ഒക്കെ അവരൊക്കെ ഒരുമിച്ച് പഠിച്ച. അവിടെ ഒരു സുഹൃത്തുണ്ട്. ഞാൻ നിങ്ങളുടെ നമ്മുടെ അണ്ണനുണ്ടല്ലോ, അവിടോട്ട് വണ്ടി കിട്ടും. നമ്മുടെ സുഹൃത്തും കൂടെ ഇരിക്കുന്നു. ആണോ? ഇവിടെ ഈ മേള കയറ്റിട്ടോ? അവിടെ അരുൺ വന്നിട്ടുണ്ടോ? ഇവിടെ ഞാലിക്കണ്ടത്തില് ഒരു 4-5 വർഷം എന്റെ അമ്മ മരിച്ച സമയത്ത് 18-ലോ മറ്റോ ആയിരുന്നു അവിടെ. പക്ഷെ എനിക്കൊന്ന് ഇതാ കാരണം അങ്ങോട്ട് ശരി. ഈ വെള്ളപ്പൊക്കം അന്ന് മുതലാണ് ഞാനിത് കാണുന്നു. അരുണിന്റെ ഈ കുട്ടികളെ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോ പണ്ടത്തെ ആ ഒരു എന്തോ എടുത്ത് കൊടുക്കണേ കൊച്ചിനെ. കൊടുക്കും, മോക്ക് കൊടുക്കാം. ഐസ്ക്രീം ഒക്കെ കേട്ടോ. ഞാൻ എന്നും കാണും. ഇന്ന് രാത്രിയിലോ ഇതെല്ലാം കണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലോ. എപ്പോഴും ഗൂഗിളില്ല അല്ലേ? നമ്മളെ ചുമ പിടിച്ചു കുറെ ദിവസമായി. അവിടെ പോയി ഇരിക്കുന്നുണ്ടല്ലോ പഠിക്കാനായിട്ട്. ഒരു ദിവസമായിരുന്നുള്ളൂ. പാമ്പിനെ പേടിച്ചിട്ട്. ഓ പാമ്പൊന്നുമില്ല. പാമ്പ് വരുമെന്നുള്ളൊരു പേടിയൊക്കെ പറഞ്ഞു. പിന്നെ ചേച്ചൻ, കാക്കമ്മ, പാർട്ടികള് എല്ലാരും അല്ലേ? പുല്ലാട് ഈയിടെ നിങ്ങൾ അവിടെ ഒരു ഇതിന് വന്നായിരുന്നല്ലോ, നമ്മുടെ അയിരൂര് ചെറുവൽ അവിടെ അല്ലേ? അതൊക്കെ ഞാൻ കണ്ടില്ലേ. എനിക്കിനി എളുപ്പം പോകാൻ ഇവിടെ എരുമേലി വഴി അല്ലേ? എരുമേലി ചെന്നിട്ട് റാന്നി ചെന്നിട്ട് എനിക്ക് അവിടെ അങ്ങനെ പോകാൻ. ഞാൻ വന്നു ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി, അതെ മല്ലപ്പള്ളി കറി വെച്ചാൽ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ആ ഭാഗത്തോട്ടെല്ലാം പോകുമ്പോ കാണാറുണ്ട് ഇങ്ങനെ പോകുന്ന ആ റൂട്ടിൽ. അതിനെക്കാട്ടി കൂടുതൽ ബസ് പക്ഷെ ഇതിലായിരിക്കും. പക്ഷെ നമുക്ക് എളുപ്പം അതാ. പകലൊക്കെ വണ്ടിയുണ്ട് ഇഷ്ടം പോലെ. പോകാനും എളുപ്പം അത് തന്നെ. ഒത്തിരി ദൂരമാണ്. ഹലോ, അറിയാല്ലേ? ഞാനെന്തും കാണുന്നുണ്ട് കേട്ടോ. എന്റെ കല്ലുപ്പാറ കേട്ടോ. പറഞ്ഞായിരുന്നല്ലോ കാക്കമ്മ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അന്നത്തെ ആ സംഭവങ്ങളൊക്കെ. മോളിപ്പോ ഈ വർഷം 10-ലായി അല്ലേ? എക്സാം തുടങ്ങിയോ? ഇല്ല, മോഡല്. ശരിയല്ലേ? ഞാനപ്പോ ഓട്ടോറിക്ഷക്കാരനോട് ഒരു 5 കിട്ടുന്ന ഇടാമെന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു പുള്ളിക്ക് എന്താ വിഷയമാണ്.
ആ ഓട്ടോയ്ക്കാണോ കയറി വന്നത്? ഞാൻ ഇവിടുന്ന് ഓട്ടോയ്ക്ക് വണ്ടി ഇപ്പൊ താഴെയാണ്, താഴെ അവിടെ ആ കവലയിലാണോ കേട്ടെ? ഇവിടെ നമ്മുടെ അണ്ണൻ നിങ്ങളുടെ അണ്ണനില്ലേ കിടക്കണം ആ അവിടെയാണ് കേട്ടെ. അപ്പൊ ഫോണിന്റെ എന്നാ വിളിച്ചിട്ട് താഴോട്ട് വരാൻ പറഞ്ഞാൽ മതിയല്ലോ, കുറച്ചിങ്ങോട്ട് വരാമല്ലോ. വേളോട്ടല്ലേ? ആ മേളിലോട്ടല്ലെങ്കിലും ആ ഇങ്ങോട്ട് കയറുന്നിടത്ത് വരാമല്ലോ. ആ ചായ കുടിക്കാം, അവള് ചായ എടുക്കാം. അങ്ങനെ എടുക്കാം. ആണോ? മധുരം പഞ്ചസാരം വേണ്ട? ഇനി കടിഞ്ചായ മതിയെന്ന്. ആ മധുരം വേണ്ടെന്ന് വേണ്ടെന്ന്. ഭയങ്കര ചൂടാ ഇപ്പൊ ഈ ഒരു സമയം വരെ. ആ രാത്രി നമുക്ക് കുഴപ്പമില്ല, ഇവിടെ വലിയ കുഴപ്പമില്ല. അങ്ങോട്ട് വെളിയിൽ ഇറങ്ങത്തില്ല, അതെല്ലാം കരിഞ്ഞുണങ്ങി. വെള്ളം പ്രശ്നമായി. ആ വെള്ളം പ്രശ്നമായി. ഒരു മാസം കൂടെ കിട്ടും, മഴ പെയ്താൽ കുഴപ്പമില്ല. കിണറ്റിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, അത്രയും പാടില്ല ഈ പ്രാവശ്യം. തള്ളിക്കൊണ്ട് ഞാൻ കണ്ടോ. അതായത് ഇങ്ങനെ അല്ലേ വലിയ ജയച്ചാച്ചനൊക്കെ ശനിയാഴ്ച വരുവാ. ആ ഈ ആഴ്ച വരും. എല്ലാ ആഴ്ചയിലും വരികയല്ലേ? അല്ല ഇല്ല, ഒന്നരാടം. പുള്ളിക്കാരത്തി വയനാടൊക്കെ പോയിട്ട് വന്നു. ഇന്ന് ഉണ്ടായിരുന്നു, ഇന്നലെ അങ്ങോട്ട് പോയത്. ആണല്ലേ? ഞാൻ ശബരിമല അതെല്ലാം കാണാറുണ്ട്. ഞാൻ വെള്ളപ്പൊക്കം പോലുള്ള ഇങ്ങനെ അങ്ങനെയാണോ ആദ്യം നോക്കുന്നത്? വെള്ളപ്പൊക്കം അങ്ങനെ കൂട്ടിക്കലേ ഞങ്ങൾ അവിടെ പണ്ടുണ്ടായിരുന്നല്ലേ, കളങ്കാട്ട് ആ ഭാഗത്ത് വലിയെന്താ അവിടെ. ഇപ്പൊ അവിടെ നമ്മള് ബ്ലാക്കരെ കയറത്തില്ലേ? ബ്ലാക്കരയിലെ പുലി ഒരെണ്ണം അറിഞ്ഞായിരുന്നു. കണ്ടു ബ്ലാക്കര പുലി ഒരെണ്ണം കൂട്ടിക്കല്. കൂട്ടിക്കെന്ന് എഴുതിയേക്കുന്നേ ഉള്ളൂ. അതങ്ങ് കളങ്കാട് ബ്ലാക്കരല്ലേ? പണ്ടൊന്നും നമ്മള് കേട്ടിട്ടേ ഇല്ലേ? ആ അതെ അതെ. അല്ല അവിടെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. നെല്ലിയാമ്പതി ഞങ്ങളൊരു 3 വർഷം നെല്ലിയാമ്പതിയിലെ തിയേറ്റർ നടത്തി. 3 വർഷം അവിടെ ഇന്നലെ ഒരാളുടെ കിണറ്റിനകത്തൊരു ന്യൂസിനകത്ത് 80 അവിടെ തിയേറ്റർ നടത്തിയാണ്. എന്നാ ഇച്ചിരി വെള്ളം കൊടുക്കും, ചുമ പിടിച്ചു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അല്ലേ ഇങ്ങനെ വന്നപ്പോ ആരോടനെ കണ്ടേക്കാം. പള്ളിയിൽ അവിടെ നമ്മുടെ പട്ടുമല അവിടെ നിന്ന് പോയി. അവിടെ പോയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവിടെ കൊടിമല പ്രതിഷ്ഠ കാണും. എന്റെ വെള്ളിച്ചൻ പിറന്നതാണല്ലോ. പിറന്ന് പറഞ്ഞാൽ വെള്ളിച്ചന്റെ ഒരു ഫോട്ടോ അയ്യപ്പന്റെ വെച്ച് തുടങ്ങിയതാണ് അന്ന്. 50-51 കാലഘട്ടം. ഇപ്പൊ പുഷ്പകാരനൊക്കെയാണ് നടത്തുന്നത്. പിന്നെ എന്നോട് പറയുന്നത് ഇതിനിങ്ങനെ നമ്മള് സംഭവം ചെയ്യുന്നുണ്ട്, കൊടിമല പ്രതിഷ്ഠ. അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാം. പറ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കണ്ടിപ്പാണ്. എത്ര പ്രാവശ്യം അടി പറയണ്ട? മുത്തശ്ശനോ? വെള്ളിച്ചൻ നമ്മുടെ ഒരു അമ്പലം കൂട്ടിക്കൽ, ഒരു അമ്പലം ഉണ്ടാക്കിയത് കൂട്ടിക്കൽ, ഒരു അയ്യപ്പ ക്ഷേത്രം. അമ്മൂമ്മ ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിക്കലായിരുന്നു. അപ്പൊ താമസം കളങ്കാടാണോ? കൂട്ടിക്കൽ നമ്മുടെ പൊട്ടങ്ങൾ ഇട്രാച്ചന്റെ വീടില്ലേ, അതിന്റെ തൊട്ട് താഴെയാണ്. അതായത് അവിടെ ഒരു ഗംഗാരൻ ഡോക്ടർ താമസിക്കുന്നത്. പുള്ളിയുടെ വൈഫ് ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നു, ലീലാമ ചേച്ചി. അവിടെ ഞങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്നു. ആ വീടോ? ആ ഒരു ചെറിയ തോടൊക്കെ തോടിന്റെ തൊട്ട് അതിനോട് ചേർന്ന് അവിടെ താമസിച്ചോണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ 72 പറിക്കും. ഞാനൊരു 7ാം ക്ലാസ് വരെയൊക്കെ അവിടെ ഏളങ്കാട്ടിലാണ് പഠിച്ചത്. എന്റെ അപ്പച്ചായിരുന്നു അവിടെ. കൂട്ടിക്ക് താമസിക്കുമ്പോ ഏളങ്കാട്ടിൽ പോയി പഠിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്നോണ്ടല്ലേ? ഞാനെന്തും കണ്ടും ഇന്നലെ വരെയുള്ള കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ഇറങ്ങിയാണോ? രാവിലെ 9:30 തുടങ്ങി. പിന്നെ അരുണിനെ വിളിച്ചിട്ട് വരാന്ന് കഴിഞ്ഞപ്പം എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരത്തിയല്ലോ, എന്തെങ്കിലും ബിസി ആയിരിക്കും. മോളെ കാണാൻ ഇവിടെ കാണുമല്ലോ, മോളെ നോക്കാൻ. മോള് സ്കൂളിൽ പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വെളിയിലോട്ടൊക്കെ പോകും. അരുണ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു.
വെള്ളം കൊണ്ടുപോയി ഭയങ്കര വെയിലല്ലേ. കടിച്ചായ മറ്റേ ബോൾ ഇങ്ങനെ പാല് പിടിച്ചോണ്ട് വരും. ഇപ്പൊ കൊണ്ടുവന്നാണല്ലോ എന്നാ തരൂന്നേ, നീ ഇരിക്കേ, ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ വിളിച്ചിട്ട് ഓരോ ഇപ്പൊ ഞങ്ങളുടെ ഉത്സവം അങ്ങനെ കുംഭഭരണി ഇപ്പൊ അന്ന് ഇട്ടിട്ടേ അത് കൂട്ടൊന്നും ആരും കാണുന്നുമില്ല. നമ്മള് ഭയങ്കര പണിയുവാ നമുക്ക്, അതിനനുസരിച്ച് ഒരു ആൾക്കാരൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം വലിയധികം അങ്ങനത്തെ ചെയ്യുന്നില്ല. ആൾക്കാർക്ക് നമുക്ക് ഒരു അന്നൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നിട്ട് പോവായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചായി കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി നമുക്ക് നല്ല പണിയാണ്. എന്ന് വെച്ചാൽ രാത്രി ഫുള്ളായിട്ട് ഇത് മൊത്തം ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നല്ല പണി. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ആൾക്കാർക്ക് കാണുന്ന പോലും ഇല്ലെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞാൽ അന്ന് പോലുള്ള വർണ്ണപ്പോലും പെട്ടിട്ടില്ല. കാരണം എനിക്ക് ഈ ഇവിടെ ജനിച്ചു വളർന്നതായിട്ട് കാണുന്ന ഒരു നമ്മുടെ സ്ഥലവും അന്നത്തെ ആ കാണുമ്പോഴേ ഭയങ്കര ഇന്നും രാത്രി ഇപ്പൊ ഇങ്ങനെ ഇമ്മ കിടക്കുമ്പോ എടുത്ത് വെക്കും. ഓരോ സംഭവങ്ങൾ നമുക്ക് കാണാപ്പാടാം. പട്ടിക്കുട്ടികളൊക്കെ പോയില്ല, അവിടെ പറമ്പിന്റെ അങ്ങേ മൂലക്കാ. നല്ല കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു. ഒരെണ്ണത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കണ്ടിട്ട് നല്ലൊരുന്നല്ല, ഇവിടുന്ന് തന്നെ പ്രത്യേകിച്ച് ഇതായ ഒന്നാണ്. ചിലപ്പോ പറയാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ട് എനിക്കൊരു ലാഭമുണ്ട്. ഞാൻ കണ്ടിട്ട് എനിക്ക് അതിന്റെ ഒക്കെ അതുപോലെ ഇരിക്കുന്നു. പക്ഷെ വളർന്നു വരുമ്പോ വ്യത്യാസം വരായിരിക്കും. പക്ഷെ ഇതിന് കുഞ്ഞായിരുന്നപ്പോഴും കാണാൻ നല്ല ഇതായിരുന്നു. വളർന്നപ്പം വലിയ കുഴപ്പമില്ല, പക്ക നാടനൊന്നും അല്ല. 6 ജയം നാരായണി കുറെ നാളായിട്ട് പറയുന്നു പട്ടിയെ ഒരെണ്ണം വേണം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ മുണ്ടക്കയ അമ്പലത്തിൽ എന്റെ ഒരു ചിറ്റപ്പനായിരുന്നു. അവിടുത്തെ 64 കാലത്തിൽ അവിടുത്തെ ദേവസ്വം മാനേജരായിട്ട് അവിടെ ക്വാർട്ടേഴ്സിനകത്തൊക്കെ ഞങ്ങള് താമസിച്ചിട്ടുള്ളതാണ്. ഇവിടെക്കാട് പോകുമ്പോ ഞാനത് ആലോചിക്കും. അവിടെ ഉണ്ടാപ്പിച്ച് നമുക്ക് ഇഡലി തരുന്നത് അവിടെ ദേവസ്വം മാനേജരാണ് സദാശിവം. 63 എന്റെ വല്യച്ഛന് ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, ആനന്ദവിലാസം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മുണ്ടക്കയം ചന്തക്കകത്ത് ആനന്ദവിലാസം. കുട്ടിക്കല പാലത്തിനോട് ചേർന്ന് ചിറ്റപ്പനൊരു ഹോട്ടൽ ആനന്ദവിലാസം. അമ്മ ഗുരുവായൂര് ശവളമ്മ ഇനി എന്ത് വരും? ശനിയാഴ്ച ഉച്ചയും പോകും. പയ്യല്ലേ അവിടെ റബ്ബർ ഫാക്ടറി. ശശി സാറിന് അങ്ങനെയുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, നമ്മള് പോകാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരു വീഡിയോ ഒക്കെത്തുണ്ടായിരുന്നു ശശി സാർ കണ്ടു. പുള്ളി അവിടെ വന്നിട്ടുണ്ട്. അപ്പച്ചി മരിച്ചപ്പോഴൊക്കെ റിസോർട്ട് പുള്ളിയുടെ മോന്റെ മൂത്ത മോന്റെ. രണ്ടുപേരുണ്ട്. ഒരാൾ എൻ്റെ കൂടെ പഠിച്ച, ഇളയവൻ എൻ്റെ കൂടെ പഠിച്ച. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. എവിടെ? മർഫിയില്. എൻ്റെ ഞങ്ങള് താമസിച്ചിട്ട് ഒറ്റമരത്തിന്റെ മേളിലായിട്ടാണ്. ഒറ്റമരത്തിന്റെ മേളിലായിട്ട് ഒരു പഴയൊരു വീടുണ്ട്. അതിനകത്താ താമസിച്ചിട്ടുണ്ട്. ഒരു എബ്രാസാദ്, ഒരു ശശിയൊക്കെ താമസിച്ചിട്ടുണ്ട്. ശശി അവിടെ ഒറ്റമരത്തിന്റെ അതിനോട് ചേർന്ന് റോഡിന്റെ അവിടുന്ന് നേരെ മേളോട്ട് കയറി, അവിടുന്ന് നേരെ മേളോട്ട് കയറിയിട്ട് അവിടെ ഒരു വീട്. പഴയൊരു വീടാണോ? ലയമാണോ? ഒരു ലയമുണ്ട്. അതിന്റെ മേളിലൊരു വീടും. ഒരു മൈക്കിൾ എന്ന് പറയുന്ന ഒരാളുടെ കാളയിട്ട് അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ ലയമുള്ളതൊക്കെ എനിക്കറിയാം. എന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ലയത്തിലാണ് നമ്മുടെ ശ്രീധരൻ ചേട്ടൻ, അവിടുത്തെ നമ്മുടെ പിയൂണായിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അതിന്റെ ഇങ്ങേയറ്റം. അതിന്റെ അങ്ങേയറ്റം. ആവശ്യം. അത് നിനക്കറിയത്തില്ല.
അത് നമ്മുടെ ലയമുണ്ട്. ആ ഷൈസാറിന്റെ ഒക്കെ വീടില്ലേ? അല്ല വിശംബര കൊച്ചു വിശംബര സാറോ? ആ വലിയ വിശംബര സാറ്, വലിയ വിശംബര സാറ്. അവരുടെ വീടിന്റെ നേരെ പുറവശമാണ്. പക്ഷെ അതിലെ കൂടെ അല്ല വഴി നമ്മുടെ ഒളനാട് സ്കൂളിന്റെ ഇറങ്ങി കഴിയുമ്പോൾ താഴത്തെ ആ വീടില്ലേ, അതിന്റെ അപ്പുറത്തൊരു ചെറിയ കാനയില്ലേ, ആ കാനയുടെ അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് കയറി പോയി. അതെ അതെ. ആ കടയില്ലായിരുന്നു പണ്ട് ഒളനാട് സ്കൂളിന്റെ താഴെ. ഇത് ഒളനാട് സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെ ആ സ്കൂളിനോട് ചേർന്നൊരു കട, അതിന്റെ തൊട്ടടുത്തൊരു ചെറിയ കാന പോലല്ലേ, ആ കാനയുടെ അപ്പുറത്തുനിന്ന് ഒരു വഴിയുണ്ട് മേളിലോട്ട് നേരെ കയറി. സൈക്കിൾ നന്നാക്കുന്ന പുള്ളിയുടെ വീടായിരുന്നു. അത് കഴിഞ്ഞ് വലത്തോട്ട് അങ്ങ് പോകും. അത് നേരെ ചെല്ലുന്നത് അങ്ങോട്ടാണ്. നല്ലതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ സ്ഥിരം പോകും ചോറുണ്ടാനൊക്കെ അവിടെ പോയിരുന്നു. നടന്നിങ്ങോട്ട് വരുന്നത് കലങ്കാട്ടിൽ നടന്ന് ആ ഷോർട്ട് കട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങി വരും. പുള്ളിയുടെ അന്നത്തെ ആ സ്പീഡല്ലേ, ഒരു കാലം കൂടെ പിടിച്ചോണ്ട് വിശ്വംഭരനായിട്ടൊക്കെ ഒരുമിച്ച് പഠിച്ചു നമ്മുടെ കൂട്ടിക്കല. അമ്മയൊക്കെ കൂട്ടിക്കല്ല പഠിച്ചത് അതല്ലേ? എനിക്ക് അപ്പൂപ്പനെ അറിയാം, ഓർമ്മയുണ്ട്. കൃഷ്ണപ്പൻ എന്റെ അച്ഛനുമായിട്ടൊക്കെ അവിടെ വീട്ടിൽ ഞങ്ങളവിടെ കൂട്ടിക്ക് താമസിക്കും. അവിടെ വന്നിട്ട് എനിക്ക് ഓർമ്മ. അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ അതെനിക്ക് 5-6 വയസ്സുള്ള സമയത്ത്, 72 മുമ്പാണ്. 72 ഏകദേശം 68 മാസം. അവിടെ മൊത്തം മാറിപ്പോയി. ഇപ്പൊ കണ്ടാ പോലെ അന്ന് ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് പറഞ്ഞാൽ അപ്പുറത്തൊരു ചെറിയൊരു പലചരക്ക് കട, അവിടുന്ന് ഞങ്ങള് സാധനം മേടിച്ചോണ്ട് നടന്ന് തടിപ്പാല. അത് വേളാങ്കണ്ണി പള്ളിയൊന്നും അതൊന്നും ഇല്ല കേട്ടോ. പള്ളിയൊക്കെ പിന്നെ വന്നു. അവിടെ തടിപ്പാലായിരുന്നല്ലോ, ഫാക്ടറി മാത്രമേ ഉള്ളൂ. അവിടെ ആ റോഡ് സൈഡിലേക്ക് ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നു. പള്ളിയൊക്കെ അത് കഴിഞ്ഞാൽ പാലത്തെ ഒരു വണ്ടി പറഞ്ഞ് ഒരാൾ മരിച്ചു. അന്ന് തടിപ്പാലോ കൊട്ടത്തടി വെച്ചിട്ട് അന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി പറഞ്ഞ ഓർമ്മയില്ലേ? വണ്ടി പറയുമ്പോ തടിപ്പാലവാ പണ്ടത്തെ വലിയ കേഡർ ഇട്ടിട്ട്. പക്ഷെ തായ്പമാരുടെ പണിയായിരുന്നു. അതിന്റെ മേളിലൊരു കുതിരലയുണ്ട്. നേരെ മേളിൽ അവിടെ ഇപ്പൊ സ്കൂളാ, മർഫിയുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ. അന്ന് മുഴുവൻ തേൻപിട കഴിഞ്ഞാൽ പിന്നെ ഇതല്ലേ എസ്റ്റേറ്റ്, തേയില എസ്റ്റേറ്റ്, കസൂരിന്റെ ഒക്കെ വിഭാഗത. അന്ന് തേയിലയല്ലേ? നമുക്ക് തേയില ഒന്നും നടക്കുന്നില്ല, റബ്ബറായിരുന്നു. അന്ന് ഒരാഴ്ച സ്കൂളിന്റെ അവധിയായിരുന്നു. അത് ഞങ്ങൾ അങ്ങോട്ട് അങ്ങ് പോകും. ഷൂട്ടിംഗ് ആണ് വിവാഹിത, വെളുത്ത കത്രീന ഷൂട്ടിംഗ് അവിടെ മറ്റേ ട്രാച്ചമലയുടെ വീട്ടിലുണ്ട്. പഴയ കാലത്ത് ഒരു വലിയ കേരളത്തിന് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ട്. ആ കാലത്ത് സിനിമ മൊത്തം അവിടെയായിരുന്നു. ഇഷ്ടം ഞാൻ നേരിട്ട് ജീവനോട് കണ്ടിട്ടുള്ള അവിടെ വന്നല്ലേ? പിന്നെ മനോഹർ അങ്ങനെയുള്ള കുറെ പഴയ നടന്മാർ. പട്ടാളക്കാരിന്ന് സല്യൂട്ട് ചെയ്തിട്ടാണ് പുള്ളി, അന്ന് മിനിസ്റ്റർ സല്യൂട്ട് ചെയ്തിട്ടാണ് പുള്ളി ഇറങ്ങുന്നത് ഇവിടുന്ന്. ഇതെല്ലാം ഓർമ്മ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ദിവസം വന്നിട്ട് കൊടുങ്ങാലൊക്കെ ഞങ്ങൾക്ക് അച്ഛനൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്, വേണു സൗണ്ട്സ്. പുള്ളിയെ കണ്ടിട്ടാണ് വരുന്നത്, സുമാ സൗണ്ട്സ്. അറിയാം, അറിയാം. കുഞ്ഞിനെ കണ്ടിട്ടാണ് ഇപ്പൊ കേട്ടോ. മോളെ കേട്ടോ, പോട്ടെ മോളെ, പഠിക്കാം കേട്ടോ. ശരി. ഉണ്ട്, കിണറ്റിലുണ്ട്. കുടിക്കാനുള്ള മാത്രം അടുക്കളയിലൊക്കെ കഞ്ഞിയൊക്കെ ഇടാനൊക്കെ എടുക്കത്തുള്ളൂ. വരാറുണ്ടോ? ശാമ്പു വിട്ട പേര് അത് മൂർക്കോലി. അവിടെ അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇവിടെ ഇപ്പൊ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോ അതങ്ങ് പോകും. നമ്മുടെ ആരും ഇല്ലാതെ കുരങ്ങ് ഇതിലെ കൂടെ വന്നു.
ഞാൻ വിചാരിച്ചൊന്ന് വരാം, ഒന്ന് കാണാം. ആ ഇവിടെ ഒരുപാട് ആ ആവശ്യമായിട്ടൊരു ദിവസം വരാം. ആ ഇച്ചിരി മഴയൊക്കെ ഉള്ളപ്പോഴാണ് ഇപ്പം കണ്ടത് മൊത്തം കരിഞ്ഞൊരു ഒരാളത്തെ അവസ്ഥ ഈ ഇതാ, എന്റെ പേര് ദേവരാജ് എന്നാണ്, അനിയൻ എന്ന അറിയിപ്പ്. ശരി വേണം കാണാം. നടന്നു പോകല്ലേ? ആ വിളിക്കുവാണല്ലോ ഈ റോഡിന്റെ ആക്രിക്കടയുടെ അവിടെ വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങോട്ട് പിന്നെ സ്ട്രേറ്റ് നമ്മുടെ അവിടെ ചെല്ലല്ലേ, നമ്മുടെ അണ്ണന്റെ അവിടെ ചെല്ലണമെങ്കിൽ ഇത് മറ്റേ മെയിൻ റോഡിലോട്ട് ഇറങ്ങും. പഠിക്കണ വണ്ടി ഇട്ടേക്ക്. മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോകണം. അവിടുന്ന് അങ്ങോട്ടാ പോകും. ഇങ്ങോട്ട് പോയാൽ മറ്റേ കുമ്പളി റോഡ്. പട്ടുമല പോയിട്ട് വരുവാ. അവിടെ നിന്ന് ഇങ്ങനെ വരുവാ അല്ലേ? ഇവിടെ ശരി. ആ അല്ല ഞാൻ നോക്കാം. എന്നാ ഫോൺ പോലും വിളിക്കാതെ വന്നേ. സ്ഥലമൊക്കെ അറിയാം. ആ അവിടെ വന്നു. ആ പട്ടിക്ക് കൊടുക്കാൻ എടുത്തു വെച്ചോ? അപ്പം ആ ഇനിയൊന്നും വേണ്ട, അങ്ങോട്ടോ. ഞാൻ മൊത്തം കാച്ചിക്കോ, അത് സാരമില്ല. മൊത്തത്തിലേ പൊടി കിട്ടായിരുന്നു. ഇച്ചിരി പൊടി ഉണ്ടായിരുന്നു, അതാ പറഞ്ഞത്. ശ്യാമ ഓരോ വർഷം നോക്കണ്ടേ, അടുത്ത വർഷം പോകാൻ ചെറിയ ചെറിയ തോന്നണ ഇത് ടൗണിലല്ലേ? അതുകൊണ്ട് ഇപ്പം കണ്ടില്ലേ, ഇവിടുന്ന് വെള്ളമില്ലാത്ത വണ്ടപ്പാരി പോയി താമസിക്കുന്നവർ അവിടെ നിന്ന് ഇവിടെ വരുവാ വെള്ളത്തിന്. നിനക്ക് നിന്റെ കാര്യം മാത്രം. ഈ തുണി എടുക്കാൻ പറഞ്ഞേ, ഞാൻ നിങ്ങൾ അയച്ചു വിളിച്ചോളെ. ഇല്ല ഞാൻ പറയത്തില്ല, നീ ഫോൺ വിളിച്ചു പറ. എന്നാ ചെയ്യാനാ, എല്ലാവർക്കും വെള്ളത്തിന് പ്രശ്നമുണ്ട്. നമ്മുടെ ഇവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ട്. ഇപ്പം മാറ്റണമെങ്കിൽ മാറ്റാം. ഒരു കുളം കൂടെ സെറ്റ് ചെയ്താൽ ഓക്കെ ആകും. പക്ഷേ ആ ഒരു കുളം കൂടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല, നല്ല പണിയുണ്ട്. എന്നാ അലക്കാൻ പോയി. ശ്യാമ ഇവിടെ ഇല്ലല്ലോ, ജയച്ചാച്ചൻ്റെ അടുത്തല്ലേ? ആ വരും ശനിയാഴ്ച. ഇരുട്ടായല്ലോ. അങ്ങോട്ടും കൊണ്ടുപോകാം, ഊഞ്ഞാല വെക്കാനും വെക്കാനുള്ളതിന്. ഇന്ന് താമസേ